ഇപ്പോൾ അവരിന്നലെ പറഞ്ഞത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വീടിൻ്റെ കാര്യമൊക്കെ പിന്നെ പറഞ്ഞു. ചില ആൾക്കാരെല്ലാം വീട് സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി, കാര്യം പറഞ്ഞിട്ട് പോയി. ഞാൻ അതെത്രമാത്രം നടക്കുമെന്ന് അറിയില്ല. കാര്യം വയനാടൊക്കെ പിന്നെ സംഭാവന ചെയ്യാമെന്ന് ഡിക്ലെയർ ചെയ്ത ശേഷം ഇതുവരെ വീട് വയ്ക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ഈ പൊതുവിൽ ഒരു ആലോചന നടത്തി, മുഖ്യമന്ത്രിയും കൂടെ വന്നതിന് ശേഷം ആലോചന നടത്തി ഈ കുടുംബത്തിൻ്റെ വീടിൻ്റെ കാര്യവും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹികപരമായും സാമ്പത്തികപരമായും വളരെ പിന്നോക്കം നിൽക്കുന്ന സമൂഹം എന്നുള്ള നിലയിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ആലോചിക്കും. ഒരാളിൻ്റെ പിന്നെ ജീവൻ നഷ്ടപ്പെട്ട കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേറെ ചില്ലറ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലൊന്നും ഒരു കാര്യമില്ല. ലോൺ എടുത്തെന്നോ അല്ലെങ്കിൽ താമസിച്ച ക്ലാസ്സിൽ വന്നെന്നോ അല്ലെങ്കിൽ അറ്റൻഡൻസ് കുറവെന്നോ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊന്നും ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നമില്ല. ഇത് ഇന്നലെ പിന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോതമാഷ് അവിടെ പോയിരുന്നു, ഞാൻ പോയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് അവർ താമസിക്കുന്നത്. ജില്ലയിലെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പോയിരുന്നു. അവർക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണ് എന്നുള്ള നിലയിൽ പറഞ്ഞു. എന്ത് ഹെൽപ്പ് ചെയ്താലും അവർക്ക് അതിന് ബദലാവില്ലെന്ന് നമുക്കറിയാം. എങ്കിലും പിന്നെ പോലീസ് വളരെ ക്വിക്കായിട്ടാണ് ആക്ഷനിലേക്ക് പോയത്.